സമ്മേളനത്തിൻ്റെയും അവാർഡ് ദാന ചടങ്ങിൻ്റെയും ഉദ്ഘാടകൻ മുൻമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ PJ ജോസഫ് MLA അവർ, ഇന്നത്തെ മുഖ്യാതിഥി പുരസ്കാര സമർപ്പണം നടത്തുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ മുന്നോട്ടുള്ള യാത്രയിലാണ്. താമസിയാതെ അദ്ദേഹവും എത്തിച്ചേരും എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ആർമി സ്മാരക പ്രഭാഷണം ഈ വർഷം നടത്തുന്നത് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് MLA അവர்களാണ്. ഈ വർഷത്തെ ആർമി പുരസ്കാര ജേതാവ് പ്രിയപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അവർ, പാലായുടെ പ്രിയപ്പെട്ട MLA ശ്രീ മാനസി കാപ്പൻ, പാലായുടെ അഭിമാനമായ ഏഷ്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാധ്യക്ഷ കുമാരി വിനു പുളിക്കക്കണ്ടം, ആർമി സ്മാരക സമിതിയുടെ ജനറൽ കൺവീനർ ഡോക്ടർ സാബുണ്ടി മാത്യു, റോസ്ലാൻഡി ജോണി, തോമസ് ആർമി ജോസ്, വേദിയിലും സദസ്സിലുമായുള്ള പൊതുജനങ്ങളെ, ജനനേതാക്കളെ, ജനപ്രതിനിധികളെ, മറ്റ് സന്നിഹിതരായിട്ടുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക നേതാക്കന്മാരെ, എല്ലാവർക്കും ആർമി സ്മാരക സമിതിയുടെ സ്നേഹാദരപൂർവമായ നമസ്കാരത്തെ അറിയിക്കട്ടെ. ഇവിടെ നടക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ശ്രീ RV തോമസിൻ്റെ 71ാമത് ചരമദിനാനുസ്മരണവും സംശുദ്ധ പൊതുപ്രവർത്തനത്തിന് ആർമി സ്മാരക സമിതി നൽകുന്ന പുരസ്കാരത്തിൻ്റെ സമർപ്പണ ചടങ്ങുമാണ്. അവിചാരിതമായ കാരണങ്ങളാലാണ് ഈ വർഷത്തെ ചടങ്ങ് ഒരാഴ്ച താമസിച്ചു പോകുന്നതിന് ഇടവന്നത്. നമ്മൾ ആഗ്രഹിച്ച് ക്ഷണിച്ച, ഇന്നിവിടെ സന്നിഹിതരാകുന്നതും ആയിട്ടുള്ളവരുമായ മിക്ക നേതാക്കൾക്കും ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഡൽഹിക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ് നേരത്തെ നിശ്ചയിച്ച തീയതിയിൽ മാറ്റം അനിവാര്യമായി വന്നത്. ജനുവരി 22-നോ 23-നോ നടക്കേണ്ടതായിരുന്നു ഈ അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാന ചടങ്ങും. ഫെബ്രുവരി 1-ലേക്ക് മാറ്റേണ്ടി വന്നത് ഈ പ്രത്യേക സാഹചര്യത്തിലാണ്. എല്ലാ നേതാക്കളും ഇന്ന് സദയം സന്നിഹിതരായി എന്നുള്ളത് ആർമി സ്മാരക സമിതിയെ എന്നും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന പാലായിലെ സജ്ജനങ്ങളും ഇതിൽ ഭാഗവാക്കുകളാവുന്നു എന്നതും ഞങ്ങളും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. നേതാക്കളോടും സദസ്സിനോടുമുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും സസ്നേഹം അറിയിക്കട്ടെ. RV തോമസും PT ചാക്കോയും KM ജാൻഡിസാറും ശ്രീ ചെറിയാൻ കാപ്പനും ശ്രീ TA തൊമ്മനുമൊക്കെ നാടിൻ്റെ നേതാക്കൾ എന്നുള്ള നിലയിൽ ധീരതയുടെയും ആദർശത്തിൻ്റെയും സത്യസന്ധതയുടെയും ദേശീയതയുടെയും സംശുദ്ധമായ പൊതുപ്രവർത്തനത്തിൻ്റെയും വ്യത്യസ്തമായ ഒരു ശൈലിയുടെയും രീതിയുടെയും രാഷ്ട്രീയ സാക്ഷ്യങ്ങളായിരുന്നു എന്ന് പറയാൻ എനിക്ക് അതിയായ അഭിമാനവും അതിലേറെ സന്തോഷവുമുണ്ട്. അവർ അവശേഷിപ്പിച്ചു പോയ ആദർശത്തിൻ്റെയും സത്യസന്ധതയുടെയും രാഷ്ട്രീയ പൈതൃകമാണ് ഈ പ്രദേശത്തെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും പുണ്യവും പാരമ്പര്യവും എന്ന് ഓർമ്മിപ്പിക്കുവാനുള്ള പവിത്രമായ സന്ദർഭമാണ് ഇതുപോലെയുള്ള അനുസ്മരണ ചടങ്ങുകൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അവർക്കെല്ലാം ഗാന്ധിജി ആദർശ സൂര്യനാണ്. ഖാദിയും ഗാന്ധി തൊപ്പിയും അവരുടെ ദേശാഭിമാനത്തിൻ്റെ അടയാളങ്ങളായിട്ടാണ് അവർ എപ്പോഴും മനസ്സിൽ ചേർത്ത് വെച്ചിരുന്നത്. ഗാന്ധി തൊപ്പിയെ പറ്റി മാത്രം ഒരു വാക്ക് പറയുന്നത് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വൈകാരികമായ ഒരു കാര്യമായതുകൊണ്ടാണ്. ആർമി തോമസ് തൻ്റെ ശവമഞ്ചത്തിൽ കിടന്നത് ഖദറിൽ പൊതിഞ്ഞ് ത്രിവർണ്ണ പതാകയിൽ മൂടി മാത്രമായിരുന്നില്ല, ഗാന്ധി തൊപ്പി തലയിൽ ധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പള്ളിയിലേക്കുള്ള അവസാന യാത്ര. കെ എം ചാണ്ടി സാറാണ് പിൽക്കാലത്ത് എന്നോട് അതിൻ്റെ കഥ വിവരിച്ച് പറഞ്ഞത്. പിതാവ് മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് PSC മെമ്പർ എന്നുള്ള നിലയിൽ എറണാകുളത്ത് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഗസ്റ്റ് ഹൗസിൽ പിതാവ് താമസിക്കുന്നു എന്നറിഞ്ഞ ചാണ്ടി സാറ് എൻ്റെ പിതാവിനെ കാണാനായി പോവുകയുണ്ടായി. ചെന്ന് സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് യാത്ര പറയുന്ന സമയത്ത് എൻ്റെ പിതാവും ചാണ്ടി സാറിൻ്റെ കയ്യിൽ പിടിച്ച് ഗസ്റ്റ് ഹൗസിൻ്റെ മുറിയുടെ പടിവാതിക്കൽ വരെ ചെന്നു. എന്നിട്ട് പറഞ്ഞു അത്രേ, ചാണ്ടി, ഞാൻ മരിച്ചിട്ടേ നീ മരിക്കൂ. ഒരു കാര്യം നിന്നെ പറഞ്ഞ് ഏൽപ്പിക്കണം എന്ന് ഞാൻ കുറേ കാലമായി വിചാരിക്കുന്നു. ഞാൻ മരിക്കുമ്പോൾ നിന്നോട് നിർബന്ധമായി ഞാൻ പറയുന്ന ഒരു കാര്യം, എൻ്റെ തലയിൽ ഗാന്ധി തൊപ്പി കൂടി വച്ചിട്ട് വേണം എന്നെ പുത്തൻപള്ളിയിലേക്ക് കൊണ്ടുപോകാൻ എന്നായിരുന്നു. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, ചാണ്ടി സാറ് എൻ്റെ പിതാവ് മരിക്കുന്ന സമയത്ത് ആവടി AICC മീറ്റിങ്ങിൽ മദ്രാസിലായിരുന്നിട്ടും വിവരമറിഞ്ഞ് ഓടി എത്തുകയാണ് ഉണ്ടായത്. വന്നിട്ട് അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ആദ്യം ചെയ്തത് തൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ഗാന്ധി തൊപ്പി എടുത്ത് എൻ്റെ പിതാവിനെ എങ്ങനടിച്ചുകൊണ്ട് അത് അണിയിക്കുന്നതാണ്. KPCC പ്രസിഡന്റ് ഇവിടെ ഉണ്ടല്ലോ, പ്രതിപക്ഷ നേതാവുണ്ട്, ശ്രീ PJ ജോസഫും ശ്രീ തിരുവഞ്ചൂരും ഇവിടെ ഇരിക്കുന്നു, ശ്രീ കാപ്പനുമുണ്ട്. ഇതാ ഇപ്പോൾ നമ്മളുടെ എല്ലാ അഭിമാനമായ മുനിസിപ്പൽ ചെയർപേഴ്സൺ നമ്മളോടൊപ്പമുണ്ട്. ചാണ്ടി സാർ പറഞ്ഞ കഥ എനിക്കും എവിടെയുള്ള എൻ്റെ ശിഷ്യരോട് പറഞ്ഞേൽപ്പിക്കാനുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗാന്ധി തൊപ്പി വെറുമൊരു തൊപ്പിയല്ല. അത് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അനവധിയായ രക്തസാക്ഷികൾ അവരുടെ ജീവനെ ത്യജിച്ചപ്പോൾ അവരൊക്കെ തലയിൽ ധരിച്ചിരുന്ന പട്ടാളത്തൊപ്പി എങ്ങനെ ഒരു സൈനികൻ ധരിക്കുന്നുവോ അതേ ചൈതന്യത്തോടുകൂടി ധരിച്ചിരുന്ന തൊപ്പിയാണ്. ഖാദി വസ്ത്രങ്ങളും ഗാന്ധി തൊപ്പിയുമായിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മുടെ എല്ലാ ദേശാഭിമാനികളും പങ്കുചേർന്നത്. ഞാൻ ഓർമ്മിക്കുന്നു, ചാണ്ടി സാറും മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെയും ഗാന്ധി തൊപ്പി വെച്ച് തന്നെയാണ് നമ്മൾ കത്തീഡ്രൽ പള്ളിയിലേക്കും പറഞ്ഞയച്ചത്. തീർച്ചയായിട്ടും നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഗാന്ധി തൊപ്പിയെ നമ്മൾ മറന്നുപോയി എന്നുള്ളതാണ്. അതിൻ്റെ പവിത്രതയെ നമ്മൾ മറന്നുപോയി. അത് ഏതൊക്കെ ആദർശങ്ങളുടെ അടയാളമാണ് എന്നത് നമ്മൾ മറന്നുപോയി. ഇതൊരു സങ്കടമുള്ളത്, ഇപ്പോൾ KPCC ഓഫീസിലും DCC ഓഫീസിലും സേവാദ വോളണ്ടിയർമാർ മാത്രമാണ് ഗാന്ധി തൊപ്പി ധരിച്ചു നിൽക്കുന്നതായി ഞാൻ നിങ്ങളും കാണുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിവാലുവേഷൻ ഓഫ് ഗാന്ധി ക്യാമ്പ് എന്ന് പറയേണ്ടി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗാന്ധി തൊപ്പിയെ നമ്മുടെ പൊതുജീവിതത്തിലേക്ക്
നാം വിശ്വസിക്കുന്ന ദേശീയതയുടെയും നാം വിശ്വസിക്കുന്ന ദേശാഭിമാനത്തിൻ്റെയും നാം എല്ലാവരും ഉള്ളിൽ കൊണ്ടു നടക്കുന്ന തീയായി കൊണ്ടു നടക്കുന്ന ഗാന്ധി ഭക്തിയുടെയും അടയാളമായി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഗാന്ധി തൊപ്പിയെ KPCC കോൺഗ്രസിന്റെ അടയാളമായി മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരുടെ, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരുടെ, ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയെ അധികാരത്തിലേക്ക് എത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി ബോധ്യമുള്ളവരൊക്കെ തിരികെ കൊണ്ടുവരേണ്ട ആദ്യത്തെ അടയാളം ഗാന്ധിജി എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചതും ഗാന്ധി തൊപ്പി എന്നുള്ളത് അദ്ദേഹം ധരിക്കാതിരിക്കുമ്പോൾ ധരിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ജീവിതാന്ത്യം വരെ സാക്ഷ്യപ്പെടുത്തിയതുമായ ഗാന്ധി ഭക്തിയുടെ അടയാളത്തിലേക്ക് കോൺഗ്രസിന് തിരികെ പോകാനുള്ള ഒരു സമയമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായിരിക്കട്ടെ ഇത്തവണത്തെ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർക്ക് ഏറ്റവും സജീവമായ അടയാളമായി ഉയർത്തി കാണിക്കാൻ സാധിക്കേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം യഥാർത്ഥ ഗാന്ധി ഭക്തരുടെയും ആത്മീയ അഭിലാഷമാണ്, അല്ലെങ്കിൽ ആത്മാഭിലാഷമാണ് എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിച്ചത്. ആരും അതിൽ പരിഭവിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഗാന്ധിജിയുടെയും ഗാന്ധി തൊപ്പിയുടെയും അഭിമാനം തിരികെ പിടിക്കാനുള്ള തെരഞ്ഞെടുപ്പ് ആവട്ടെ. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ളത് മാത്രമല്ല, ഈ രാജ്യത്ത് നമ്മുടെ പൂർവികർ കോൺഗ്രസിന്റെ കഴിഞ്ഞ 150 വർഷത്തിലധികമായിട്ടുള്ള പാരമ്പര്യത്തിന്റെ അടയാളമായി അവർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള സർവ്വ ആദർശങ്ങളുടെയും പുനഃപ്രതിഷ്ഠയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് അവസരം നൽകുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് അത് വേണ്ടതുപോലെ ഉപയോഗിക്കാനുള്ള മാനസികമായ സന്നദ്ധതയും മനോധൈര്യവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഗാന്ധിജിയുടെയും ഗാന്ധി തൊപ്പിയുടെയും അഭിമാനം തിരികെ പിടിക്കുവാനുള്ള തെരഞ്ഞെടുപ്പാവട്ടെ വരാൻ പോകുന്നതെന്ന് നിശ്ചയിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഭരണമാറ്റം ഈ രാജ്യത്ത് ഉണ്ടാക്കിയാലല്ലാതെ ഗാന്ധിജിയെ നിന്ദിക്കപ്പെടുന്ന, ഗാന്ധി നിന്ദയുടെ കാലത്ത് ഗാന്ധിജിയെ ഈ രാജ്യത്തിലേക്ക്, ഈ രാജ്യത്തിന്റെ ഹൃദയത്തിലേക്കും ഈ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയുടെ ആത്മാവിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഏക മാർഗം ഭരണമാറ്റമാണ്. കേരളത്തിലെങ്കിലും ആദ്യത്തെ പടിയായി അത് സംഭവിക്കുമാറാകട്ടെ എന്നാണ് ഞാനും വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നത്. ഗാന്ധിജിയെക്കുറിച്ച് അടുത്ത കാലത്ത് മഹാപാപം പറഞ്ഞ ഒരു നേതാവിൻ്റെ മകൻ പലായിൽ മത്സരിക്കാൻ പോവുകയാണെന്ന് അടുത്ത ദിവസം എന്നോട് ഒരാൾ പറയുകയുണ്ടായി. ഗാന്ധിജിയെക്കുറിച്ച് ഇത്ര നിന്നാപൂർവം കഥ ധരിക്കുന്ന ഒരാൾ എങ്ങനെ സംസാരിച്ചു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. തീർച്ചയായും പാലായിലും പൂഞ്ഞാറ്റിലും കാഞ്ഞിരപ്പള്ളിയിലും ഏറ്റുമാനൂരിലും കോട്ടയത്തും കടുത്തുരുത്തിയിലും മാത്രമല്ല കേരളമൊട്ടാകെയും ഗാന്ധിജിയോട് കാണിക്കുന്ന ഇന്നത്തെ ഈ നിന്ദയ്ക്കുള്ള പ്രതികാരമെന്ന് ഞാൻ പറയുന്നില്ല, പരിഹാരമായി, ആ പാപത്തിന് പരിഹാരമായി നമുക്ക് ചെയ്യാനുള്ളത് ഭരണമാറ്റത്തിനായിട്ടുള്ള ഈ പ്രചാരണത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ്. Because we have no other option but to see that the present government is gone. ഇപ്പോൾ ഇരിക്കുന്ന ഭരണം 2 കാലാവധികൾ പൂർത്തിയാക്കുമ്പോൾ ഇനി 3ാമതൊരു കാലാവധി അവർക്ക് നൽകുന്നത് അവർ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന അംഗീകാരമാകും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് അടുത്ത തെരഞ്ഞെടുപ്പിനെ നമ്മളും ഒരു ലൈഫ് ആൻഡ് ഡെത്ത് സ്ട്രഗിൾ എന്ന് ഗാന്ധിജി പറഞ്ഞല്ലോ, ഡു ഓർ ഡൈ എന്നല്ലേ ഗാന്ധിജി നമ്മളോട് പറഞ്ഞത്. നമുക്ക് ആ സ്മരണയിൽ, ഗാന്ധിജിയുടെ സ്മരണയിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെയും കാണാനും അതിൽ എല്ലാ ഭേദചിന്തകളും മറന്ന് പരസ്പരം ഒന്നിച്ചു ചേർന്ന് ആത്മാർത്ഥതയോട് പ്രവർത്തിക്കും
കൂടുതൽ ഘടകകക്ഷികൾ ഇങ്ങോട്ട് വന്നാൽ അവരെ സ്വീകരിക്കാനുള്ള സന്മനസ്സും നമുക്കുണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഗാന്ധിജിയുടെ ഈ നിന്ന, ഗാന്ധിജിയോട് കാണിക്കുന്ന ഈ നിന്ന കേരളത്തിലെങ്കിലും തടയാനുള്ള ദൗത്യം കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. കാരണം നമ്മളെല്ലാം ഗാന്ധിജിയുടെ പേരിൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവരാണ്, കോൺഗ്രസിനോട് ആത്മാവിനെ ചേർത്ത് വയ്ക്കുന്നവരാണ്, ഹൃദയത്തെയും ചേർത്ത് വയ്ക്കുന്നവരാണ്. നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വളരെ വിനയപൂർവ്വം, ഞാൻ സജീവമായ രാഷ്ട്രീയത്തിലൊന്നും ഉള്ള ആളല്ല, നിങ്ങൾക്കും അറിയാം. പക്ഷേ കോൺഗ്രസിനെ തിരികെ അധികാരത്തിൽ കൊണ്ടുവരികയല്ല, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയെ തിരികെ അധികാരത്തിൽ കൊണ്ടുവരികയല്ലാതെ ഗാന്ധിജിയെ ഈ രാജ്യത്തിന്റെ മനസാക്ഷിയിലും ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിലും തിരികെ പ്രതിഷ്ഠിക്കാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയുകയില്ല എന്നുള്ള തിരിച്ചറിവിൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള നേതൃത്വം ആദരണീയനായ KPCC പ്രസിഡന്റ് തന്നെ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യമായിട്ടാണ് പാലായിലൊരു പൊതുചടങ്ങിൽ പ്രസംഗിക്കുന്നത്. അതെൻ്റെ പിതാവിൻ്റെ പേരിലുള്ള അനുസ്മരണ ചടങ്ങായത് ഞങ്ങളുടെയും ഭാഗ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ സണ്ണിയെ എനിക്ക് കഴിഞ്ഞ 20 വർഷമായി അറിയാം. എത്രയോ തവണ ഞങ്ങൾ കണ്ടിരിക്കുന്നു. മലബാറിൽ എത്രയോ സമ്മേളനങ്ങളിൽ ഒന്നിച്ച് പ്രസംഗിച്ചിരിക്കുന്നു. സണ്ണിയെ കുറിച്ച് ഇന്നേ വരെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ പോലും ഒരാക്ഷേപവും ഒരാരോപണവും ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം KP മാധവൻ നായരുടെയും KP ഉദയഭാനുവിൻ്റെയും KM ചാണ്ടി സാറിൻ്റെയും CK ഗോവിന്ദൻ നായരുടെയും ഒക്കെ പ്രശസ്ത PCC പ്രസിഡന്റുമാരുടെ നിലയിലേക്ക് അദ്ദേഹത്തെയും ഉയർത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യമല്ല, നമ്മുടെ ഭാഗ്യമാണ്, അദ്ദേഹത്തിന് കിട്ടിയ അനുഗ്രഹവുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗാന്ധി നിന്ന് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഗാന്ധി നിന്ന ഇപ്പോൾ ഒരു ഫാഷനായിരിക്കും. ആർക്കും കൊട്ടാവുന്ന ചെണ്ട പോലെ ഗാന്ധിജിയെ നമ്മൾ കാണുന്നു, ഗാന്ധിജിയെ പലരും ഉപയോഗിക്കുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് അടിയന്തരമായി ചെയ്യേണ്ടത് ഗാന്ധി നിന്നതിനെതിരെയുള്ള മുന്നേറ്റമാണ്. ഗാന്ധിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടല്ലാതെ കോൺഗ്രസിനോ UDFനോ എന്നല്ല, ദേശീയതയിലും മതനിരപേക്ഷതയിലും ഭരണഘടനയിലും വിശ്വസിക്കുന്ന ആർക്കും ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും ദേശാഭിമാനത്തെയും പുനഃപ്രതിഷ്ഠിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എലിയെ തോൽപ്പിക്കാൻ ആരും ഇല്ലച്ചുടരുതെന്ന് ഞാൻ പറയുന്ന ഇടതുപക്ഷത്തോടു കൂടിയാണ്. ഗാന്ധിജി ഇടതുപക്ഷത്തിൻ്റെയും ആദരവ് അർഹിക്കുന്ന ആളാണ്. ഗാന്ധിജിയോട് അവർക്കും എതിർപ്പില്ലല്ലോ. ഈ ഒരു കാര്യത്തിലേക്ക് ജയിക്കുന്നത് ആരുമാവട്ടെ, ജയവും തോൽവിയും രണ്ടാമത്തെ പരിഗണനയാണ്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഇടതുപക്ഷത്തോടും പറയാനുള്ളത്, ഗാന്ധി നിന്നെ ചെറുക്കുന്നതിനുള്ള ധാർമ്മികമായ സമരത്തിൽ അവരും കോൺഗ്രസിനോട് കൈകോർക്കുമെങ്കിൽ തീർച്ചയായും അതൊരു പുതിയ വഴിത്തിരിവാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. പൊതുജീവിതത്തിലും അത് പുതിയൊരു മാതൃകയെ സൃഷ്ടിക്കുകയും ചെയ്യും. ഞാൻ അവസാനിപ്പിക്കട്ടെ. കോൺഗ്രസും UDFും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. NSS നമുക്ക് മനസ്സിലായില്ലോ, എത്രയേറെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ട് ഒറ്റ ദിവസം കൊണ്ട് NSS അവരുടെ ഉറച്ച നിലപാടിലേക്ക് തിരികെ പോയത് ചെറിയൊരു വേവറിംഗ് അല്ല, വലിയ സമ്മർദ്ദങ്ങൾ വന്നിട്ട്. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം സമദൂരം തന്നെയാണ് ശരിദൂരം എന്ന് നമ്മളോട് പറഞ്ഞല്ലോ, പരസ്യമാക്കിയല്ലോ. അതുകൊണ്ട് എനിക്ക് ബഹുമാന്യനായ കോൺഗ്രസ് നേതാക്കന്മാരോടും UDF സാരഥികളോടും പറയാനുള്ളത്, NSS കോൺഗ്രസിൻ്റെ ദേശീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സർവരുടെയും നാച്ചുറൽ അലൈസ് ആണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നതാണ്. ശരിദൂരം, സമദൂരത്തിലെ ശരിദൂരം, അത് NSS ഉയർത്തിപ്പിടിക്കുന്ന കാലത്തോളം NSS കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും
ഏറ്റവും അടുത്ത മിത്രമായിരിക്കുമെന്ന്, നാച്ചുറൽ അലൈ ആയിരിക്കുമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതിനൊരു മാറ്റവുമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് മന്നത്ത് പത്മനാഭൻ അവശേഷിപ്പിച്ചു പോയ ഏറ്റവും വലിയ NSSന്റെ പൈതൃകം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം നമുക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്നതാണ്. ഭരണമാറ്റം വരണം എന്നുള്ളത് കേരളീയ ജനസമൂഹത്തിൻ്റെ മനസ്സിൻ്റെ ആഗ്രഹമാണ്. ആ തീവ്രമായ ആഗ്രഹത്തെ ഒന്നുകൂടി തിരിച്ചറിയാനുള്ള ഒരു സന്ദർഭമായി ഇന്നത്തെ ഈ അനുസ്മരണവും ഈ പുരസ്കാര സമർപ്പണ ചടങ്ങും നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ പ്രഭാഷണങ്ങളും സഹായിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കാപ്പനും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു.